ഇബ്ലീസിനെ കരയിപ്പിച്ച സൂറത്താണ് സൂറത്തുൽ ഫാത്തിഹ. കാരണം എന്താണ്? അതിൻ്റെ പ്രത്യേകതകൾ തന്നെ. വിശുദ്ധമായ ഖുർആൻ, അതുപോലെ തൗറാത്ത്, ഇഞ്ചീൽ, സബൂർ, ഈ 4 വേദഗ്രന്ഥങ്ങളിലും അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തുൽ ഫാത്തിഹ ഇറക്കിയിട്ടുണ്ട്. അതായത് സൂറത്തുൽ ഫാത്തിഹ നമുക്ക് ഖുർആനിലൂടെ അല്ലാഹു തആല നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. എന്നാൽ ഈ സൂറത്തുൽ ഫാത്തിഹയുടെ അർത്ഥം ഏകദേശം വരുന്ന ഇതേപോലത്തെ വചനങ്ങൾ മറ്റ് കിതാബുകളിലും ഉണ്ടായിരുന്നു എന്ന് നമുക്ക് ഉലമാക്കൾ പഠിപ്പിച്ചു നൽകുകയാണ്. അപ്പോൾ ഈ സൂറത്തുൽ ഫാത്തിഹ ഇതിൻ്റെ അർത്ഥവും ഇതിൻ്റെ കോലവും ഇതിൻ്റെ വിശദീകരണവും പോലത്തെ മറ്റ് വചനങ്ങൾ എവിടെ? തൗറാത്തിലും ഇഞ്ചീലിലും സബൂറിലും ഉണ്ടായിരുന്നു. ഏറ്റവും കൂടുതൽ മുഅ്മിനീങ്ങൾ ഒരു ദിവസം ഓതുന്ന സൂറത്ത് അത് സൂറത്തുൽ ഫാത്തിഹയാണ്. മറ്റ് ചിലപ്പോൾ യാസീൻ എല്ലാവരും ഓതിക്കൊള്ളണമെന്നില്ല, സൂറത്തുൽ വാഖിഅ എല്ലാവരും ഓതിക്കൊള്ളണമെന്നില്ല, സൂറത്തുൽ ഇഖ്ലാസ് ആവട്ടെ, ഫലക് ആവട്ടെ, നാസ് ആവട്ടെ, എല്ലാ സൂറത്ത് എടുത്തു നോക്കിയാലും എല്ലാവരും എല്ലാ ദിവസവും ഓതിക്കൊള്ളണമെന്നില്ല. ഇന്ന് തന്നെ സൂറത്ത് യാസീൻ ഓതി എത്ര ആളുകളുണ്ട്? ഓതാത്തവരുണ്ട്. പക്ഷെ എന്നാൽ സൂറത്തുൽ ഫാത്തിഹ എല്ലാവരും ഓതിയിട്ടുണ്ട്. കാരണം എല്ലാ ദിവസവും നമ്മൾ നിസ്കരിക്കാറുണ്ടല്ലോ, ഫർളും സുന്നത്തുമായിട്ട്. ആ നിസ്കാരങ്ങളിൽ നമ്മൾ ഓതാറുണ്ട് സൂറത്തുൽ ഫാത്തിഹ, അല്ലേ? 17 തവണയാണ് നമ്മൾ ഓരോ റക്അത്തിലും ഇങ്ങനെ കൂട്ടിയാൽ ഒരു ദിവസം 17 പ്രാവശ്യം സൂറത്തുൽ ഫാത്തിഹ ഓതാറുണ്ട്. അതല്ലാത്ത സുന്നത്ത് നിസ്കാരങ്ങളിൽ ഓതാറുണ്ട്.